എക്സാം എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ ഒരു പേടി സ്വപ്നമാണല്ലേ? എക്സാമിന് പഠിച്ച് മടുത്തു. എത്ര പഠിച്ചിട്ടും പഠിച്ചതൊക്കെ മറന്നു പോകുന്നു എന്ന് പരാതിയുണ്ടോ? എങ്കിൽ ദിവസത്തിൽ 10-15 മിനിറ്റ് മാത്രം എക്സ്ട്രാ നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്താൽ പരീക്ഷകൾ എളുപ്പമാകും, നിങ്ങൾക്കും ക്ലാസ് ടോപ്പർ ആകാം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ. വളരെ പവർഫുള്ളായ ഒരു ജാപ്പനീസ് പഠന രീതിയാണിത്. ഇത് നമ്മുടെ ബ്രെയിൻ പവറിനെ ബൂസ്റ്റ് ചെയ്യുന്നു. ഈ ജപ്പാൻകാരുടെ ഇടയിൽ ഇതുപോലെ കുറേ പൊടിക്കൈകളുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള സ്റ്റഡി മെത്തേഡാണ് ഇത്. സ്റ്റുഡൻസിന് ലെസ് എഫേർട്ടിൽ കാര്യങ്ങൾ പഠിക്കുകയും കൂടുതൽ കാലത്തേക്ക് അത് ഓർത്തിരിക്കാനും പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയമാണ്. 3 കീ ടൈമിലാണ് സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ പാഠങ്ങൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതേതൊക്കെയാണെന്നല്ലേ? 1, ഉറങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ്, പിന്നെ ഉണർന്നതിന് ശേഷം 5 മിനിറ്റ്, പിന്നെ വരുന്നത് രാവിലെ എപ്പോഴെങ്കിലും സ്കൂളിലോ കോളേജിലോ പോകുന്നതിന് മുമ്പ് രാവിലെ 5 മിനിറ്റ്. അത്രയേ ഉള്ളൂ. 15 മിനിറ്റ് ആകെ. 15 മിനിറ്റ് റിവ്യൂ ചെയ്താൽ, ഒരു ദിവസത്തിൽ 15 മിനിറ്റ് പാഠങ്ങൾ റിവ്യൂ ചെയ്താൽ അത് നമ്മുടെ മെമ്മറീനെ സൂപ്പർ ചാർജ് ചെയ്യുന്നു. പക്ഷേ ഇതെങ്ങനെ സംഭവിക്കുമെന്നല്ലേ? ഇതിന് പിന്നിൽ ഒരു സയൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഉറങ്ങുമ്പോൾ ബ്രെയിൻ മെമ്മറിയെ ഓർഗനൈസ് ചെയ്യുകയും സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നു. ഇതിനൊരു പേരുണ്ട്, മെമ്മറി കൺസോളിഡേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് റിവ്യൂ ചെയ്യുന്ന കാര്യങ്ങൾ ബ്രെയിൻ കൂടുതൽ എഫക്റ്റീവായിട്ട് സ്റ്റോർ ചെയ്യുന്നു. പിന്നെ രാവിലെ നമ്മളിത് റീക്യാപ്പ് ചെയ്യുമ്പോൾ ബ്രെയിൻ ഇത് വളരെ ഫാസ്റ്റായിട്ട് റിട്രൈവ് ചെയ്യാൻ പറ്റും. നമുക്കിനി ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സ്റ്റെപ്പ് 1, അതായത് 5 മിനിറ്റ്, ഉറങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ്. അപ്പോൾ നമ്മൾ ബുക്സ് എടുത്തിട്ട് നമ്മുടെ പഠിച്ച നോട്ട്സ് എടുത്തിട്ട് അതിലെ കീ പോയിൻറ്റ്സ് റിവ്യൂ ചെയ്യുക. അതായത് ഫോർമുല, ഡെഫിനിഷൻ, കോൺസെപ്റ്റ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, അത് കീ പോയിൻറ്റ്സ് മാത്രം എടുത്തിട്ട് അതിന് റിവ്യൂ ചെയ്യുക. പുതിയതായിട്ടൊന്നും പഠിക്കരുത്, ജസ്റ്റ് റീക്യാപ്പ് ചെയ്യുക നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ. ഫോൺ മാറ്റി വയ്ക്കുക, സോഷ്യൽ മീഡിയ ഒന്നും പിന്നെ ഉപയോഗിക്കാതിരിക്കുക. അതായത് ഇൻഫർമേഷൻ ബ്രെയിൻ അബ്സോർവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു അവസരം കൊടുക്കണം. ഇനി സ്റ്റെപ്പ് 2, അതായത് ഉണർന്നതിന് ശേഷം 5 മിനിറ്റ്. ഈ സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി റിവ്യൂ ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടി ഓർത്തെടുക്കുക. സെയിം നോട്ട്സ്, നമ്മൾ ആ റിവ്യൂ ചെയ്ത അതേ നോട്ട് എടുത്തിട്ട് വായിക്കുക. എന്നിട്ടത് ഉറക്കെ പറയുക. നമ്മൾക്ക് കേൾക്കാവുന്ന പോലെ, മനസ്സിൽ വായിക്കുകയല്ല, അതല്ല, ഒന്നും കൂടെ വായിച്ചിട്ട് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. ഉറക്കെ പുറത്ത് കേൾക്കാവുന്ന പോലെ ഉറക്കെ പറയുക. ഇത് മെമ്മറീനെ റീഇൻഫോഴ്സ് ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് 3. ഇത് രാവിലെ 5 മിനിറ്റ്. അത് എപ്പോൾ വേണമെങ്കിലും ആകാം. സ്കൂളിലോ കോളേജിലോ പോകുന്നതിന് മുമ്പ് 5 മിനിറ്റ് എന്നേ ഉള്ളൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാകാം, അല്ലെങ്കിൽ സ്കൂളിലേക്ക് കോളേജിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആ സമയത്താകാം. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഫൈനൽ ക്വിക്ക് റിവ്യൂ ചെയ്യുക. എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്ത കാര്യങ്ങളില്ലേ, അതൊന്നും കൂടി ഒന്ന് റിവ്യൂ ചെയ്യും. 5 മിനിറ്റ് ഇതിനൊക്കെ ഉള്ളൂ കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന പോലെ വളരെ ഈസി ആയിട്ട് മെയിൻ കാര്യങ്ങൾ മാത്രമാണ്. ഒന്നും കൂടെ ഒന്ന് ക്വിക്ക് റിവ്യൂ ചെയ്യുന്നു. എന്തെങ്കിലും വോയിസ് റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ അത് കേൾക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ബ്രെയിനിനെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതെങ്ങനെയാണ് എക്സാമിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോങ് ടേം മെമ്മറീനെ ബൂസ്റ്റ് ചെയ്യുന്നു. അതായത് ഇൻഫർമേഷൻ ഒരുപാട് കാലം ഓർത്തിരിക്കും. ഇപ്പം നമ്മൾ ദിവസവും ചെയ്യുമ്പോൾ അത് എക്സാമിന് സമയം വരെയൊക്കെ ഇത് നമ്മുടെ ബ്രെയിനിൽ തങ്ങി നിൽക്കും. പിന്നെ ഇത് സമയം സേവ് ചെയ്യുന്നു. കുറച്ച് സമയം മതി നമുക്ക്. 5 മിനിറ്റ്, ഉറങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ്, ഉണർന്നതിന് ശേഷം 5 മിനിറ്റ്, പിന്നെ ഒരു ഫൈനൽ റിവ്യൂവിന് 5 മിനിറ്റ്. അത്രയും നമുക്ക് മതി. 15 മിനിറ്റ് ആകെ മതി. സമയം സേവ് ചെയ്യുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് കുറയുന്നു. കാരണം പഠിക്കാൻ വളരെ ലെസ് എഫേർട്ട് മതി, കൂടുതൽ എളുപ്പമാകുന്നു, കൂടുതൽ ഓർഗനൈസ്ഡ് ആവുന്നു. അപ്പം സ്ട്രെസ് എന്തായാലും കുറയുന്നു. പിന്നെ ഇത് ഏത് സബ്ജക്റ്റിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. മാത്സ്, സയൻസ്, ലാംഗ്വേജ്, ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ദ ബെസ്റ്റ് പാർട്ട് എന്താ? അത് ഇറ്റ് ടേക്സ് ഓൺലി 15 മിനിറ്റ്സ് എ ഡേ. ഞാനിത് ഫോഴ്സ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൺസിസ്റ്റൻസി ഈസ് ദി കീ എന്നല്ലേ പറയുന്നത്. സ്റ്റേ കൺസിസ്റ്റൻറ്റ്. എല്ലാ ദിവസവും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 100% റിസൾട്ട് ഉറപ്പാണ്. നിങ്ങൾക്കും ക്ലാസ്സിൽ ടോപ്പർ ആവാം. സോ സ്റ്റഡി സ്മാർട്ടർ, നോട്ട് ഹാർഡർ. റെഡി അല്ലേ?
ഒരു വീക്ക് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഗുഡ് ലക്ക് വിത്ത് യുവർ എക്സാംസ്.